നിരന്തര അപകടങ്ങൾക്കും ഗതാഗത തടസ്സത്തിനും പിന്നാലെ പ്രഖ്യാപിച്ച ചാലക്കുടി പോട്ടയിലെ സുന്ദരി കവല സർവീസ് റോഡ് നവീകരണം ഇനിയും ആരംഭിക്കാതെ ദേശീയപാത അതോറിറ്റി. അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. 2013 മുതൽ കവല ജംഗ്ഷനിൽ വ്യത്യസ്ത അപകടങ്ങളിലായി 7 പേരാണ് മരിച്ചത്. ദേശീയപാത 6 വരിയാക്കുന്ന പ്രവൃത്തി നടക്കുമ്പോൾ തന്നെ ദേശീയപാത അധികൃതർ ഇതിനായി 400 മീറ്റർ നീളത്തിൽ ഭൂമി ഏറ്റെടുത്തിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ മരങ്ങൾ മുറിക്കുന്നതും ഭൂമി അളക്കുന്നതും വൈകി. നഗരസഭ മുൻകൈയെടുത്താണ് മാസങ്ങൾക്ക് മുൻപ് മരങ്ങൾ ലേലം ചെയ്തത്. ഇതിനിടെ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്തി. വീതി കൂട്ടുന്നതിന് റോഡരികിലെ വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കാനും നഗരസഭ KCBയിൽ പണമടച്ചു. ഇതിനിടെ വീതി കൂട്ടും വരെ സുന്ദരി കവല സർവീസ് റോഡിലൂടെയുള്ള ഇരുവരി ഗതാഗതം നിർത്തണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് ദേശീയപാതയിൽ നിന്നും കവലയിലേക്കുള്ള പ്രവേശനവും തടഞ്ഞു. നിരവധി പ്രതിഷേധങ്ങൾക്ക് ശേഷം റോഡ് നവീകരിച്ച് ഇരുവരി ഗതാഗതത്തിന് സജ്ജമാക്കുമെന്ന് ദേശീയപാത അധികൃതർ നഗരസഭയ്ക്ക് ഉറപ്പു നൽകിയിരുന്നു. സെപ്റ്റംബർ 30 സർവീസ് റോഡിന്റെ നവീകരണം ആരംഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. നവീകരണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ദേശീയപാത ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആരംഭിക്കാനാണ് ആക്ഷൻ കൗൺസിലിന്റെ നീക്കം. ഈ അടുത്ത കാലത്താണ് ചാലക്കുടി നഗരസഭ അതിനുവേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ളൊരു ശ്രമം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയർമാനും ബന്ധപ്പെട്ട കൗൺസിലർമാരും നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ സുന്ദരി കവല ആശ്രമ സിഗ്നൽ ജംഗ്ഷൻ മുതൽ സുന്ദരി സർവീസ് റോഡ്, കിഴക്കേ സർവീസ് റോഡ് 2 വരി ഗതാഗതമാക്കാൻ തീരുമാനിക്കുകയുണ്ടായി. ആ തടസ്സങ്ങൾ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ച് ഒരാഴ്ചയ്ക്കകം വർക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യുക, 1 മാസത്തിനുള്ളിൽ തീർത്തു തരാമെന്നാണ് പറഞ്ഞിരുന്നത്. പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചതിന് ശേഷം 2 മാസം കഴിയും. ഇതുവരെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല. TCV ന്യൂസ്, ചാലക്കുടി.